അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അങ്ങനെ ഗൈസ്, ഇന്ന് സൂര്യകാന്തി കാണാൻ വേണ്ടി പോവുകയാണ്. ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. സൂര്യകാന്തി എവിടേക്ക് കാണാൻ കിലോമീറ്ററുകളോടൊന്നും നമുക്ക് യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല. Head north. In 100 meters, turn right onto Thrikaderi, Atasheri Road. അങ്ങനെ പറയുന്നത് കേട്ടില്ല. ആറ്റാശ്ശേരി റോഡ് കൂടെ പോയാൽ മതി, സാധനം കിട്ടുമെന്ന് പറയണേ. ഞാൻ ലൊക്കേഷൻ ഓണാക്കി വെച്ചിരിക്കുകയാണ്. വെറും 8 കിലോമീറ്റർ മാത്രം. അതായത് നമ്മുടെ നാട്ടിൽ ചളവറ ഭാഗത്താണ് ഈ ഒരു സൂര്യകാന്തി തോട്ടം ഉള്ളത്. നമ്മളിത് കാണാൻ വേണ്ടിയിട്ട് ഓരോ സ്ഥലത്തേക്കൊക്കെ കിലോമീറ്ററുകൾ അടക്കം എണ്ണ അടിച്ച് അന്യ സ്ഥലങ്ങൾക്ക് പോക്കുണ്ട്. ഗുണ്ടൽപേട്ട അവിടേക്ക് നമ്മൾ കാണാൻ പോക്കുണ്ട്. പക്ഷെ ഇത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് നമ്മൾ കാണാൻ പോയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമല്ലേ. അപ്പോൾ ഇന്ന് ഫാമിലി ആയിട്ടാണ് പോകുന്നത്. ഐബും ഉണ്ട്, അലേഹുണ്ട്, സിനു ഉണ്ട്, ഉമ്മ ഉണ്ട്, ചക്കര ഉണ്ട്, എൻ്റെ നിജാസും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും പാടുന്ന എന്താണ് പ്ലാൻ എന്ന് വിചാരിച്ചപ്പോൾ നമുക്കിന്ന് സൂര്യകാന്തി കാണാം. ഒരു വൈകുന്നേരം ഒരു ഈവനിങ്ങിൽ എൻ്റെ കുട്ടീൻ്റെ പൊട്ടിത്തെറിപ്പും കാണാമെന്ന് വിചാരിച്ചു അല്ലേ. ഒരു അലഞ്ഞ അതിൽ ബാക്കി വെക്കുമോ? ഇതൊക്കെ ഭേദവിടെ കുട്ടിക്ക് എന്ന് പറഞ്ഞ പേടിയാണ്. പോവാ, സൂര്യകാന്തി കാണാൻ കിലോമീറ്ററുകളോടൊന്നും പോകണ്ട, ഇവിടെ അടുത്തേക്ക് പോവാന്ന് പറഞ്ഞിട്ടാ. ഇന്ന് ഇറങ്ങാൻ പറഞ്ഞ് സൂര്യകാന്തി കാണിക്ക് വെളിച്ചം വേണ്ടേ, അല്ലെങ്കിൽ ടോർച്ച് അടിച്ച് നോക്കേണ്ടി വരും സൂര്യകാന്തി. ഇങ്ങോട്ട് പോരി ഇങ്ങോട്ട്. അതിപ്പോ സൂര്യകാന്തി ഇപ്പൊ മൊബൈലിന്റെ വട്ടത്തിൽ കാണേണ്ടി വരും മിക്കവാറും. ഇങ്ങോട്ട് പോരി, പോണം സൂര്യകാന്തി. അത് കൊറേ ഏരിയ ഒന്നുമില്ല, കുറച്ച് ഏരിയ ഉള്ളൂ, എങ്കിലും കാണാനൊരു രസം ഉണ്ടാവും. ഇല്ലെങ്കിൽ ഉള്ള ചെരുപ്പിട്ട് പോവാ. പോരി നിങ്ങളാണെങ്കിൽ വെയിറ്റ് ചെയ്ത് നിൽക്കണേ. കേറ്, വണ്ടി കേറ്, ചെരുപ്പ് വണ്ടിയിലുണ്ടാവും. പിന്നെ എവിടെ പോണേ സൈബു? താക്കോല് എവിടെ? ഓ, പെട്ടെന്നുണ്ടായ തീരുമാനമാണ്. അതാണ് ഗൈസ് ഇത്രയും നേരം വൈകിയത്. 6:10 അപ്പുറത്ത് പോണേ തന്നെ. പിന്നെ എടുത്താണ്, ആകെ 8 കിലോമീറ്ററേ ഉള്ളൂ. ഗൈസ് പറ എന്താ എനിക്ക് പറയാനുള്ളത്? ലിബാം ആട്ടിക്കണേ. അതിനിപ്പോ എന്തിനാ ഈ അനുവാദം വാങ്ങണ? എന്തിനാ ലിപ്സ്റ്റിക് ഓവറാണെന്ന് പറയരുത്. കേറ് അലേഹ, കേറ്. അലേഹന്റെ ചെരുപ്പത്തിലുണ്ടോ? ഉണ്ടാവും, ചിലപ്പോൾ ഡിക്കിയിലുണ്ടാവും. അവിടെ നിന്ന് എടുക്കാം. ഞാൻ എടുക്കാം, ഇവിടെ നിന്ന് ഉണ്ടാവും. ഇതിലുണ്ട്, ഏതോ ഒരു ചെരുപ്പ് വണ്ടിയിൽ കിടക്കണേ. ആ സീറ്റിൻ്റെ വെള്ളം ഒരു കുപ്പി വാങ്ങാൻ പോരി. ഇനിയിപ്പോൾ ഞാൻ വാതിൽ വീണ്ടും തുറക്കണ്ടേ. ഇപ്പോൾ ബായ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോകുന്നത് നേരെ സൂര്യകാന്തിയെ കാണാനാണ്. ഇപ്പോൾ സൂര്യൻ ഏതായാലും താഴത്തേക്ക് ഇറങ്ങിക്കണം. ഇനി കാന്തി അവിടെ ഉണ്ടോ പോയി നോക്കട്ടെ അല്ലേ. ഫ്ലാഷ് അടിച്ച് നോക്കേണ്ടി വരും. അവസാനം വെട്ടമില്ലാത്ത സൂര്യകാന്തിനെ കാണേണ്ടി വരും തോന്നുന്നത്. പക്ഷെ നമ്മൾ കുറച്ച് നേരം വൈകി, കുറച്ചും കൂടി മുന്നേ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പറ്റിയായിരുന്നു. അല്ല, ചന്ദ്രനെ അവിടെ തന്നെ സൂര്യനെ കണ്ടില്ലാന്നുണ്ടെങ്കിൽ അപ്പുറത്തെ ചന്ദ്രന്റെ ചായക്കട ഉണ്ട്, ചന്ദ്രനെ കണ്ടുവരാം. ഈ ആകെ കുട്ടികളും മക്കളും ബഹളവും അരിച്ചിലും പൊരിച്ചിലും. ഇത് എന്താ വണ്ടിയിൽ മൊത്തമായി തള്ളാരും പിള്ളാരൊക്കെ അയക്കണതില്. കുറച്ച് കഴിയുമ്പോ വൈലന്റ് ആവും. കാക്കേ കുഞ്ഞിന് തീറ്റ. അയ്യോ കാക്കേ, താറാവേ പാട് താറാവ് പാട്. തപ്പോ തപ്പാണി. നമ്മൾ വീട്ടുകാരെ ഇറക്കി സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. വണ്ടി പാർക്ക് ചെയ്യണം. വണ്ടി എവിടെ പാർക്കിങ്? നമുക്ക് താഴോട്ട് നോക്കാം. വണ്ടികളൊക്കെ 20 ഉറുപ്പ്യ ടിക്കറ്റ് ഉണ്ട്. സൂര്യകാന്തിക്കൊക്കെ തലക്കടി കിട്ടിയ മാതിരി ആയിക്കണേ. വീട്ടുകാർ നിക്കണോക്കാം. കേറി വരി. സൂര്യനൊക്കെ കുമ്പിട്ട് നോക്കേണ്ടി വരും തോന്നണേ. പിന്നെ സൂര്യകാന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുമ്പോ വരണോ, സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ അതും അസ്തമിക്കും, അതറിയില്ല. സൂര്യകാന്തി ഒക്കെ ഇപ്പൊ കുമ്പിട്ടുന്നത് അങ്ങനെ നോക്കേണ്ടി ഇരുന്ന് എനിക്ക് തോന്നുന്നു. കിട്ടണത് ഞാൻ കാണിച്ചുതരാം. ഇതിപ്പോ ഇവിടെ ഇരുന്നൊരു ഫോട്ടോ ഒക്കെ എടുക്കാന്ന് വിചാരിച്ചു വന്നാ നമ്മളൊന്നിപ്പോ ഒക്കെ തലക്കടി കിട്ടിയ മാതിരിയായി. ഇവിടെ നിന്ന് അങ്ങോട്ട് വലിയ കുഴപ്പമില്ല. പക്ഷെ എന്നാലും പൂവൊക്കെ താഴത്തേക്ക് ഇരുന്നേ. പക്ഷെ അവിടെ രസമുണ്ട് കേട്ടോ. അവിടെ ഉണ്ടോ അതിന്റെ ഭംഗി കണ്ടിട്ടേ. സൂര്യകാന്തി കാണാൻ വന്ന മക്കളും കുട്ടികളും വല്യമ്മി ഈ വയസ്സാം കാലത്ത് എന്തിന്റെ കേടുണ്ട്. അലേഹ അതെന്താണ്? പൂവ്. അലേഹന്റെ ചെരുപ്പിട്ടിയോ? അത് വേണ്ട, നാശനഷ്ടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ പണിക്കെടുത്തു. പുറത്ത് പോയി നിന്ന് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം. അവിടെ താഴെയുള്ളൂ. ഫോട്ടോ വേണോ? ഏതായാലും വന്നല്ലേ ഫോട്ടോ എടുക്കാൻ. അവിടെ ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട്. ഇത് നല്ല ബിസിനസ് ആട്ടെ. 20 ഉറുപ്പ്യം വെച്ചങ്ങാണ്ട്
കുറച്ച് നമ്മളെ ബാക്കിൽ സ്ഥലം ഉണ്ടോ ഇല്ലെങ്കിൽ പാട്ടത്തിന് എടുത്തിട്ടേ ഇതേമാതിരി ഓരോ കയറും കെട്ടിയിട്ട് ഇട്ടാൽ ആളും 20 ഉറുപ്പ്യ 2, 4, 6, 8, 10 ഉറുപ്പ്യ 100 ഉറുപ്പ്യ ഇപ്പം തന്നെ ആയി. ഇതിലൊരു 10-25 ഉറുപ്പ്യൻ്റെ ബിസിനസ് നടത്താത്ത ഒരു പാട്ടത്തിന് എടുത്തിട്ട് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ബുക്കും ചെയ്യാം അല്ലേ? ഇവ നല്ല പരിപാടിയാണ്. ഇതുണ്ടോ? ഇതാണ് മറ്റേ സാമാനം, തേനീച്ച. അയ്യോ സൂര്യകാന്തി നല്ല രസമുണ്ട് കേട്ടോ. ഒന്നും കൂടി എന്താ കയറാനും ആയോ? വിസിലടിക്കണേ ഇപ്പൊ കയറിയിട്ടുള്ളൂ. ഇറങ്ങിക്കോളി, അങ്ങോട്ട് ഇറങ്ങിക്കോളി. സൂര്യകാന്തിനെ കാണണമെങ്കിൽ അതിന് പോകാൻ കഴിയില്ല. കഴിയില്ല, ഇതിനൊക്കെ പോവന്നെ ഉണ്ടാക്കി പോയി. ഓരോ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നിങ്ങൾ ബെസ്റ്റാണല്ലോ. വൈ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് വയ്ക്കാത്ത കണക്കി. അപ്പം നിങ്ങൾ ഏരിയനൊക്കെ ഇത് വളച്ചു പിടിക്കാന്നറിയോ പ്രശ്നങ്ങൾ. ഇങ്ങനത്തെ ഒരു കാര്യത്തോടെ എത്തുമ്പോൾ നിങ്ങൾക്ക് ഒന്നിനും വെച്ച രസമുണ്ടോന്ന് ചോദിച്ചാൽ വലിയ കുഴപ്പമില്ല. എന്താ എന്താണ് ഇതാണ് സൂര്യകാന്തി. വലിയ കുഴപ്പമില്ല. നോക്കട്ടോ, ഫോട്ടോ എടുക്കണോ? ഒന്നോളി. ഇനി സൂര്യകാന്തി പോണെങ്കിൽ ഊട്ടി പോണം, അങ്ങോട്ട് പോണം. പൂരി ഇത് ഒന്നോളി. ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം കുട്ടിയെ എടുക്കുന്ന നൗഫൽ. ആ കുത്തിത്തിരിപ്പുണ്ടാകട്ടെ. ഉമ്മയും സിനു നൗഫലും കൂടി, അല്ല നൗഫലും ഉമ്മയും കൂടി സിനു. ഏയ് ആരെൻ്റെ മുടി പിടിച്ചു? ഇത് കുത്തിത്തിരിപ്പായിട്ട് വരരുത്. തീരെ ഉയരല്ലേ? ആവോ ഇവിടെ. അപ്പൊ ഞങ്ങളോ റെഡി. അബു അബുക്കുട്ട അബു എത്ത് അബു എത്ത് അബു എത്ത്. ആ ചെറുപ്പച്ചനുള്ള പൈസ അപ്പൊ ഇനി എന്റെ കുട്ടീനെ ചെറുപ്പിക്കട്ടെ കടമ നിങ്ങക്ക്. കുറച്ചുകൂടി അടുത്തേക്ക് അലേഹ കൊണ്ട് പെരുന്നാൾക്ക് എവിടേക്കും ട്രിപ്പ് പോയില്ല എന്നുള്ള പരാതിയാണ്. സൂര്യകാന്തി കണ്ടില്ല നിങ്ങൾ? തന്നെയാണ് പെരുന്നാൾ ട്രിപ്പ് കേട്ടോ. ഞാൻ അങ്ങനെ 2 വീഡിയോ ഐബൂനി ഇതിനെ എടുക്കട്ടെ കേട്ടോ. ഐബു സൂര്യകാന്തിയുടെ നോക്ക്, ഇത് തൊള്ളയിൽ വരലിട്ട് നടക്കുക. അലേഹാന്റെ ചെരുപ്പ് എവിടെ? അലേഹ നോക്ക. സൂര്യകാന്തി കാണുന്നേ. പിന്നെ എവിടുന്ന് കണ്ടേ? തമിഴ്നാട്ടിൽ നിന്ന് കണ്ട് ഓർമ്മയുണ്ടോ? എവിടുന്ന്? ആ സോഫിയോടെ പോയിട്ട് വാപ്പയ്ക്കുള്ള ടൈമിൽ നിങ്ങൾ സൂര്യകാന്തി കണ്ട് ഓർമ്മയുണ്ടോ? അത് കണ്ടമാന സൂര്യകാന്തി ഉണ്ട്. ഇത് ഇവർ ഇവിടെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയാണ്. കുഞ്ഞു കുഞ്ഞു സൂര്യകാന്തിയായിരുന്നു. അങ്ങനെ സൂര്യകാന്തിയൊക്കെ കണ്ട് നമ്മൾ ഇനി പെരേക്ക് പോകണം. ഇത്ര മതി കേട്ടോ. ഇനി ബാക്കി നാളെ. ഇനിയിപ്പോൾ കുറേ ഒന്നും കാണാനില്ലല്ലോ. അവിടെ എന്തോ ഒരു കുളം ഉണ്ടോ മീൻ വളർത്തണേ? അതും കൂടി കണ്ടിട്ട് പോവാം അല്ലേ? പോവാ. ഓക്കെ, അപ്പോൾ എന്തായാലും കഴിച്ച് ഇത്രേ ഉള്ളൂ. അപ്പോൾ കാണാത്തവർ വന്ന് കണ്ടോളി. ഈ എല്ലാ ചെടികളും ഒരു സൈഡിലേക്ക് എങ്ങനെയാണ് തിരിഞ്ഞെന്ന് പറയാം. സൂര്യൻ എവിടേക്കാണോ താഴ്ന്നത് അവിടേക്കാണ് താഴണേ. അപ്പോൾ ഇപ്രാവശ്യത്തെ പെരുന്നാൾ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയല്ലേ? സൂപ്പറായില്ലേ? ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ സൂര്യകാന്തി കണ്ടു ചളവറയാണെന്ന് പറയണ്ട കേട്ടോ. ലൊക്കേഷൻ മാറ്റും. ഒരു ഉഗാണ്ടൊക്കെ പറഞ്ഞോളി. തമിഴ്നാടൊക്കെ പിടിച്ചോ കേട്ടോ. ചക്കരയൊക്കെ ഇവിടെ എടുത്താന്ന് വെച്ചിട്ട് ഉള്ള ഡ്രസ് ഇട്ട് പോകുന്ന ഒരാൾ പറഞ്ഞൊക്കെ എടുക്കണേ. എന്തോ ഓക്കെ. അപ്പം എന്തായാലും ഇഷ്ടമായി. സൂര്യൻ്റെ ഒക്കെ തലക്കടിയിട്ടിയ മാതിരിയായി ഇപ്പോൾ. 20 ഉറുപ്പ്യക്കുള്ള മുതലൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ നാട്ടിലാണല്ലോ കാണുന്നത്. നമ്മൾ പുറത്ത് പോയിട്ട് കാണണമെങ്കിൽ പെട്രോളൊക്കെ അടിച്ച് പോകണ്ടേ. ഇതിൻ്റെ ഇടയിൽ കൂടെ ചീരി ഇഷ്ടായി കയറി മനസ്സിലായില്ല. ഇന്ന് ലാസ്റ്റ് ദിവസം ദിവസം പിന്നെ വിളവെടുക്കാനുള്ള സെറ്റപ്പാണ്.
അപ്പോഴേക്ക് നമ്മള് കറക്റ്റ് സമയല്ലേ? നമ്മള് കറക്റ്റ് ടൈമിന് ലാസ്റ്റ് സമയത്ത് നമ്മൾ എത്തി. അതാണ് കണ്ടോ, അതാ നമ്മള് കറക്റ്റ് സമയത്താണ് വരിക. നളവില് പറ്റില്ല. അങ്ങനെ സൂര്യകാന്തി ഒക്കെ വന്ന് കണ്ട് ഞങ്ങള് വീട്ടിലെത്തിയപ്പോൾ രാത്രിയായി. എന്തായാലും നല്ലൊരു കാഴ്ച കണ്ട് പെരുന്നാൾ ട്രിപ്പും കഴിഞ്ഞ് ഒരു മണിക്കൂറത്തെ യാത്ര മാത്രം. ഈ വേറെ സ്ഥലത്ത് ഇന്നും കൂടി ഉണ്ടായിരുന്നുള്ളൂ സൂര്യകാന്തി, നാളെ മുതലില്ല. അപ്പോൾ കറക്റ്റ് ടൈമിലാണ് പോയത്. പിന്നെ സൂര്യകാന്തി നമ്മൾ അസ്തമിക്കാനാകുമ്പോഴാണ് നമ്മൾ പോയത്. ശരിക്കും ഒന്നും കൂടി നേരത്തെ ആണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിക്ക് കാണാമായിരുന്നു അല്ലേ? എന്തായാലും നല്ലൊരു പരിപാടി എന്തായാലും വിജയിക്കട്ടെ. ഇതുപോലത്തെ നല്ല പരിപാടികളൊക്കെ ആളുകൾ കൊണ്ടുവരിക. ആ കല്ലവിടെ ഇട്ടോ, അലേഹ. ഇതെടുത്ത് പെരയുടെ ഉള്ളിലേക്ക് കൊണ്ട. അപ്പൊക്കെ കൊണ്ട മിഠായി തരാം. മിഠായി വേണോ? എന്താ കൊണ്ട? 2 കൊണ്ട. എന്താ? നല്ല കുട്ടിട്ടാ.